ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ഉടമ കടൽ കടന്നിട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ മൊബൈൽ ഫോൺ കണ്ടെത്തി നൽകി മട്ടന്നൂർ പോലീസ്. കോഴിക്കോട് നിന്ന് നഷ്ടപ്പെട്ട ഫോൺ അന്വേഷണ മികവിലൂടെ മട്ടന്നൂർ പോലീസ് കണ്ടെത്തിയത് അബുദാബിയിൽ നിന്നും. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട 120ഓളം ഫോണുകളാണ് 2 വർഷത്തിനുള്ളിൽ മട്ടന്നൂർ പോലീസ് കണ്ടെത്തി നൽകിയത്. ഒരു വർഷം മുമ്പാണ് കണ്ണൂർ സ്വദേശിയായ സുമയ്യയുടെ മൊബൈൽ ഫോൺ കോഴിക്കോട് വെച്ച് കാണാതാവുന്നത്. സുമയ്യ നൽകിയ പരാതിയെ തുടർന്നാണ് മട്ടന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. മലപ്പുറം തിരൂരിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും ഒരു വ്യക്തി ഈ ഫോൺ വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇദ്ദേഹം പിന്നീട് ജോലി ആവശ്യത്തിനായി അബുദാബിയിലേക്ക് പോവുകയും ചെയ്തു. നഷ്ടപ്പെട്ട ഫോൺ വിദേശത്തായതിനാലും വളരെ അപൂർവമായി മാത്രം സ്വിച്ച് ഓൺ ചെയ്തിരുന്നതിനാലും പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നത് പ്രയാസകരമായിരുന്നു. എന്നാൽ മട്ടന്നൂർ പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിൽ ആ ഫോണിലേക്ക് നാട്ടിൽ നിന്നും ഒരു കോൾ എത്തിയത് വഴിത്തിരിവായി. ആ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഫോണിന്റെ പുതിയ ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ ബിനു പറഞ്ഞു. തിരൂരിൽ നിന്നും നഷ്ടമായ ഒരു മൊബൈല് തിരൂരിൽ വെച്ച് ഒരാൾ അത് വാങ്ങിക്കുന്നു. വാങ്ങിയിട്ട് അയാൾ ഗൾഫിലോട്ട് പോകുന്നു. അയാൾക്ക് ഇത് അറിയില്ല, വാങ്ങിച്ചാലിന് അറിയില്ല ഇത് ഏത് വിധത്തിലാണ് ആ കടയിൽ എത്തിയെന്നുള്ളത്. അപ്പം ഏതായാലും അതിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അബുദാബിയിൽ വെച്ച് അത് ഉപയോഗിക്കുന്നു. അബുദാബിയിൽ വെച്ച് ഉപയോഗിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം CIR അതുപോലെ തന്നെ ഈ ആൾക്ക് നഷ്ടപ്പെട്ട ആൾക്ക് മെസ്സേജ് പോവുകയും ചെയ്തു. അപ്പം വേണേലൊരു വിദേശ രാജ്യത്ത് വെച്ച് പോയൊരു സംഭവമാണ്. മൊബൈലിന്റെ വില നിങ്ങൾക്കറിയാം, വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നുമല്ല. പക്ഷെ നമ്മുടെ അന്വേഷണം ആ ഒരു എക്സ്റ്റെന്റിലോട്ട് ഇവിടെ വ്യാപിപ്പിക്കുകയാണ്. നമുക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞു. വാങ്ങിച്ചിരുന്ന ആള് അറിഞ്ഞിരുന്നില്ല ഇത് നഷ്ടപ്പെട്ടു പോയതാണെന്ന്. അയാൾ സാധാരണ ഒരു മൊബൈൽ വാങ്ങിച്ചു. നമ്മുടെ ഇപ്പം മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തന്നെ ഏകദേശം 120ഓളം ഫോണുകൾ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് CIR സെൻട്രൽ എക്വിപ്മെന്റ് ഐഡന്റിഫിക്കേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണമാണ്. പക്ഷെ അതിൽ രജിസ്റ്റർ ചെയ്താൽ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന്റെ ഒപ്പം നിന്നാൽ മാത്രമേ നമുക്കത് കണ്ടെത്തി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ സൈബർ ടീമിൽ രജീഷ് ഇത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ആ ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു നല്ല റിസൾട്ടോട്ട് എത്തുന്നത്. പിന്നീട് വിദേശത്തുള്ള ഉടമയുമായി പോലീസ് നേരിട്ട് ബന്ധപ്പെടുകയും ഫോൺ നഷ്ടപ്പെട്ടതാണെന്ന വിവരം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് നിർദ്ദേശപ്രകാരം ഫോൺ ഉടമയുടെ അബുദാബിയിലുള്ള ബന്ധുവിന് കൈമാറി. സിവിൽ പോലീസ് ഓഫീസർ രജീഷ് കുമാറിന്റെ അന്വേഷണ മികവിലാണ് ഫോൺ വീണ്ടെടുത്തത്. ഇത്തരത്തിൽ കടൽ കടന്നതും സംസ്ഥാനം വിട്ടുപോയതുമൊക്കെയായ 120ഓളം ഫോണുകളാണ് പഴുതടച്ച അന്വേഷണത്തിലൂടെ മട്ടന്നൂർ പോലീസ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി നൽകുന്നതിനായുള്ള വാർത്തയറിഞ്ഞ് നഷ്ടപ്പെട്ട നിരവധി പേർ പരാതികളുമായി മട്ടന്നൂർ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.